നമ്മൾ ഇതുവഴിയാണ് വന്നത് കേട്ടോ. ഷൈനി അതാ നമുക്ക് ആകെ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ. റൈറ്റ് ആയിരുന്നോ ലെഫ്റ്റ് ആയിരുന്നോ എന്ന് അറിയാം. ഇതുവഴി നേരെ ഹൈവേയിലോട്ടാണ് കയറുന്നത്. എൻ്റെ ഡോട്ടറിലൂടെ ഇവിടെ ഓക്കെ ആള്, പക്ഷേ കാല് വയ്യ എന്നെ പോലെ. ഓ ഇല്ല, ശശിയുണ്ടോ? 11 മണിക്ക് കാഴ്ച റെസ്റ്റോറൻറ്റ് ഓപ്പൺ. ഓക്കെ ഓക്കെ. അതോ പിന്നെ പോയാൽ മതി? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെവിടെ? ബ്രോഡ്വേയിലാണോ? MG റോഡ്. ഓക്കെ റോഡ്. റൈറ്റ്. ഓക്കെ. അങ്ങോട്ട് പോലെ. ആ പിന്നല്ല പോയി. വേറെ ജോലിയായിട്ടൊന്നും ഇല്ലല്ലോ, ബിസി അല്ലല്ലോ. ഇവിടെയൊക്കെ പ്ലോട്ടുകൾ ഇഷ്ടം പോലുണ്ട്. വീടുകൾ വരാനുള്ളതല്ല. ഒരു ടവറുണ്ട് ഇവിടെ. ഇവിടുന്ന് ലെഫ്റ്റാണോ റൈറ്റ്? ഇത് കേരളമാണ്. എഡിറ്റ് ചെയ്ത് ഇതെല്ലാം കമ്പൈൻഡ് ചെയ്തിട്ടേ എഡിറ്റ്. ചിലത് പിന്നെ സമയമുണ്ടെങ്കിൽ ഇച്ചിരി വോയിസ് ഓവറൊക്കെ കൊടുക്കും. നമുക്ക് പടം കിട്ടിയാൽ മതി. ബാക്കി നമ്മളല്ലേ വേറെ മ്യൂസിക് ഒക്കെ കൊടുത്തങ്ങനെ. അങ്ങനെ ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂ ആൾക്കാരുണ്ടല്ലോ എല്ലാം ചെയ്യാൻ. ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂ കേരളത്തിൽ അവരെങ്ങനെയാണ് മാച്ചുകളാണ്. ഞാനിവിടെ പറഞ്ഞു വേണ്ട, നാളെ ഞാൻ എനിക്കറിയാൻ പോയി. പിന്നെ അടുത്ത വർഷം പറിച്ചിട്ടുണ്ടാവും. കാരണം നന്നായി ആ ഒരു സാധനം ഇതുപോലെ മാവ് കാഴ്ച കിടന്നു. അപ്പം അവൻ പറഞ്ഞു ഞാൻ പറിച്ചോളാം. പിന്നീട് അറിഞ്ഞു കറക്റ്റ് പഴുപ്പിനോ ചന്തയിലോട്ട് ഇറങ്ങി അതുപോലെ അങ്ങ് തീരും. എത്ര പച്ചയാണെങ്കിലും ഇപ്പം വിളഞ്ഞാണെന്നുണ്ടെങ്കിൽ 2 ദിവസം അതോരെണ്ണം കാണാം. എല്ലാം മാപ്പാണ്.
നമ്മളെ നമ്മുടെ എല്ലാവരുടെ മെന്റാലിറ്റി അതാണ്. അതെ, ഇനി അടുത്ത 2 വർഷം കഴിഞ്ഞിട്ടുള്ള മര്യാദയ്ക്ക് ആരാണ് ഞാൻ ചെറിയ See there, it's CNG gas. डाल दो भाई. तुम आए कहाँ से भाई? മാമ ഞാനൊരു 2 കാര്യം ചോദിച്ചോട്ടെ? आप हिंदी वाला हिंदी वाला है ना? कहाँ से? आसाम से. सब आसाम वाले डिब्रूगढ़. कहाँ आसाम में? किधर? नौगांव. आसाम का कैपिटल कौन सी है? डिब्रूगढ़. लास्ट टाइम कभी गया? लास्ट टाइम कभी गया? वाह, आपको नौकरी मिल गई इधर. മാമോ എത്രയാളായി ജോലി ചെയ്യുന്നു? ആണോ? ജോലി ഇഷ്ടമാണോ? ഇതിനു മുമ്പ് ഇല്ല. മേക്കാട് പണി. എത്ര രൂപ? 300 തരികയല്ലേ? ഇവർക്കൊക്കെ എത്ര കൊടുക്കും? ഈ ആസാം പിള്ളേർക്ക് മാസം? ഇവര് മിടുക്കരാണോ ഈ ആസാംകാർ? നമ്മുടെ ആൾക്കാരെ ഇവിടെ നോക്കിയില്ലേ? വേറെ പണിക്ക് ലേഡീസാണോ? ലേഡീസും ഉണ്ടോ? നമ്മുടെ വീട് ഇടാ. ഭർത്താവ് നടത്തിപ്പാനിട്ടാണോ? ഈ ജോലി ചെയ്യുന്നു എന്നുള്ളതാണല്ലേ? താങ്ക് യു അമ്മ. क्या याद है आपको? कोई आपको बुरा किया? कोई आसाम से अच्छा है? आसाम से अच्छा है? केरला बहुत अच्छा है.
എനിക്ക് ഈ പറയുന്ന വട്ടം അത് വിറകിനും കൊള്ളൂല. അത് ഈ വട്ട ഈ വട്ട പെട്ടെന്ന് അങ്ങോട്ട് കത്തിച്ചാരമായി പോവുള്ളൂ, ചൂടില്ല. ഇതിനകത്തൂടെ വേണം അപ്പോൾ തൊട്ടടുത്ത ലേഡിയൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ലോറിയും ട്രക്കും ഒക്കെ. ആ യൂട്യൂബ് വീഡിയോ കാണാറുണ്ടോ? അത് തന്നെ കാണാറില്ല, സമയമില്ലാത്തോണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വരും. അങ്ങനെ അതിനുവേണ്ടി സമയം മെനക്കെടാറില്ല, കിട്ടാറില്ല. മനസ്സിലായി. നമ്മുടെ പ്രയോറിറ്റീസ് വേറെയാണ്. നമുക്ക് അതിനുവേണ്ടി സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റുമോ? അത് ശരിയാണ്. ഞാനൊക്കെ കൂടുതലും ജോലി സമയത്തെ, കാരണം ഈ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടത്തെ മിഡ് നൈറ്റ് ടൈം ആണല്ലോ, അപ്പം ആ സമയത്തേക്ക് ഇവർ റിലീസ് ചെയ്യുന്നേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫ്രഷായിട്ട് നമുക്കത് ആരും കമൻ്റ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് നമുക്ക് കണ്ടന്റ് കാണാൻ കിട്ടുമേ. ചിലർ കമൻ്റ് എഴുതി ആ വീഡിയോ മൊത്തം കുളമാക്കി തരും. ചില മനസ്സിലായില്ല, അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ എന്തും എഴുതി. പക്ഷെ വേറെ ആൾക്ക് ആ ചിന്താഗതി ആയിരിക്കണമെന്നില്ലല്ലോ. വീഡിയോ ആൾക്കാർ കാണാൻ വരും. കാരണം ആദ്യത്തെ കമന്റ് അല്ലെ കുറെ കമന്റ് കാണുമ്പോഴത്തേനുണ്ടല്ലോ, ഇപ്പം താങ്കൾക്ക് മനസ്സിലായല്ലോ, ഇലക്ട്രിക് അല്ലേ? അത് ബാറ്ററി ആണേ. ശരി. ഈ റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് മറ്റേ ഇവരുടെ നമ്മുടെ ആർക്കിടെക്ട്സിന്റെ അല്ല, നമ്മുടെ ഒരു ആർക്കിടെക്ട് അവന്റെ അല്ലേ, എനിക്കറിയാം. ഗവൺമെന്റിലൊക്കെ ചിലപ്പം അവനെ വിളിക്കാറുണ്ടല്ലേ, അതല്ലേ? അതല്ലേ നമ്മുടെ വീഗാർഡില്ലേ, വീഗാർഡിന്റെ അവരുടെ അവർക്ക് ഒരു 10-14 ഫ്ലാറ്റേ ഉള്ളല്ലേ? അല്ല, എറണാകുളത്ത് ഒത്തിരി ഫ്ലാറ്റുകൾ ഇതുപോലെ ഉണ്ട്. അതെ, അവരുടെ എല്ലാ ഫ്ലാറ്റും അങ്ങനെയാ, അതായത് പരിസ്ഥിതിയായിട്ടാണ് നിൽക്കുന്ന പോലെ. അത് പക്ഷെ വെറും പൂക്കൾ മാത്രമേ ഉള്ളല്ലേ? അത് ചെടികളും എല്ലാം ഉണ്ട്. അത് എല്ലായിടത്തും സെറ്റ് ചെയ്താ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നത്, ഇതുപോലെ എല്ലാ ഫ്ലാറ്റിലും. അവനവന്റെ ഇതല്ലല്ലേ? നമ്മളെ പലരോട്ടത്തൊക്കെ ഉണ്ട് വെറും ഫ്ലാറ്റ്. ഞാൻ വായിച്ചിട്ടുണ്ട്. വീഗാർഡ്, അതായത് മറ്റേ വീഗാർഡ് അപ്പച്ചൻ പറഞ്ഞ അന്നാലുമിനിയം ഒക്കെ ഉള്ളത്. ഇത് സ്ഥലം കാക്കനാട് അല്ലേ? കളമശ്ശേരി. ഇതുകൊണ്ട് മുഴുവൻ സ്റ്റീൽ സ്ട്രക്ചറല്ലേ വരുന്നുണ്ടോ? പില്ലർ അടിക്കാതെ ചെയ്യുന്നുണ്ടോ? അതിന്റെ പാർക്കിംഗ് മറ്റേ ഇതിനു വേണ്ടിയുള്ള മെട്രോയുടെ പാർക്കിംഗ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും മെട്രോ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അവർക്ക് വണ്ടി കൊണ്ടിട്ടിട്ട് ലിഫ്റ്റഡ് പാർക്കിംഗ് ഇല്ലേ മേളിലേക്ക്? മനസ്സിലായി. പാർക്കിംഗ് വലിയ ഇഷ്യൂ ആണോ? ഇപ്പം വണ്ടികൾ എന്തുമാത്രമാണ്. വണ്ടികൾ തന്നെയല്ല, കടകൾക്കൊന്നും പാർക്കിംഗ് ഇല്ല. ശിമാട്ടി എന്നാ വേറെ
രാവിലെ എല്ലാം കഴിച്ചായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചായിരുന്നോ? ഉച്ചക്ക് കഴിപ്പില്ല, അതുകൊണ്ട് രാവിലെ വൈകിട്ട് മാത്രമേ കഴിപ്പുള്ളൂ. വീട്ടിൽ ചെന്നാണോ ഊണ് കഴിക്കാറുള്ളത് നോർമലി? ഉച്ചയ്ക്ക് കഴിക്കാറില്ല. 2 നേരത്തെ ആഹാരം കഴിപ്പേ ഉള്ളൂ പണ്ട് തൊട്ടേ. നേരത്തെ അവിടെ പറമ്പിലൊക്കെ പണിയായിരിക്കുമ്പോഴും 2 നേരത്തെ കഴിപ്പേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ അതുപോലെ ആൾക്കാർ രാവിലെ 10-15 റൊട്ടി കഴിക്കും. പിന്നെ അവര് വീട്ടിലായിരുന്നപ്പോ അങ്ങനെ ആയിരുന്നു. ഒരു 11 മണിയൊക്കെ നമ്മൾ രാവിലത്തെ കാപ്പി കുടിക്കും. പിന്നെ വൈകിട്ട് 3 മണിക്കൊക്കെ ഒരു കടും കാപ്പി എന്തെങ്കിലും കഴിച്ചു. പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കും. പിന്നെ അവര് സന്ധ്യ ആകുന്നതിന് മുമ്പ് അവര് ഫുഡ് കഴിച്ച് 2 തവണത്തെ ഫുഡേ ഉള്ളൂ. എല്ലാം റൊട്ടിയാ, അത് ഹാർഡായിട്ട്. അതിന് അച്ചാറ് മതി അവർക്ക്. പിന്നെ അല്ലേ ദാല് കറിയും കൂടെ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇഷ്ടം. ഇത് ബിരിയാണി കഴിക്കുന്നതിന്റെ എഫക്റ്റാ. അവർക്കതൊന്നും വേണ്ട. അവിടെ അമേരിക്കയിലെ ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് തന്നെ. പിള്ളേരും അത് തന്നെയാണ് താല്പര്യപ്പെടുന്നത് കൂടുതൽ. കാരണം എല്ലായിടത്തും സാധനം മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ, ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. എന്നാലും പക്ഷെ കൊച്ചു പിള്ളേരൊക്കെ തികച്ചും അവിടുത്തുകാരായിട്ടാണ് അവിടെ. കാരണം അവർ പഠിക്കാൻ പോകുന്ന സ്കൂളിലും അവർ പറയും നിങ്ങൾ മറ്റ് ലാംഗ്വേജിലോട്ട് നിങ്ങൾ അധികം ഫോഴ്സ് ചെയ്യരുത്. പിള്ളേർക്ക് ഒരു ലാംഗ്വേജ് മതി, അത് അമേരിക്കൻ ലാംഗ്വേജ് തന്നെ മതി. മനസ്സിലായില്ലേ? അവരവിടെ ആണല്ലോ വളരേണ്ടത്. നിങ്ങൾ മറ്റു ഭാഷകൾ പറഞ്ഞ് വീട്ടിൽ മറ്റു ഭാഷകൾ പഠിപ്പിച്ച് അവരെ ഇത് ആക്കണ്ട. അവർ മലയാളം പറയുകയില്ല. പറയത്തില്ല. കാരണം ക്ലാസ്സിലൊക്കെ വേറെ വാക്കുകൾ ചിലപ്പം പറഞ്ഞാലുണ്ടല്ലേ ടീച്ചേഴ്സിന് മനസ്സിലാവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയും, നിങ്ങൾ ഫോഴ്സ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഇവിടുന്ന് വരുന്നവർ പറയും നിങ്ങളുടെ കൊച്ചുങ്ങളെ മലയാളം പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അസോസിയേഷനും അതെല്ലാം ഉണ്ട് ഇഷ്ടം. മലയാളം പഠിപ്പിക്കണം. അല്ലെ അവർ നാട്ടിൽ വരും പറയും നിങ്ങളുടെ കൊച്ചുങ്ങളെ ഞങ്ങളോടൊന്നും മിണ്ടത്തില്ല. പക്ഷെ അതൊന്നും അല്ല. പിള്ളേരെ സ്നേഹമൊക്കെ സ്നേഹമായിട്ട് തന്നെ ഉണ്ട്. ഗ്രാൻഡ് ബായും ഗ്രാൻഡ് മായും എല്ലാം. മക്കൾ എവിടെയാണ്? കേരളത്തിലാണോ പഠിച്ചത്? അല്ല, അവർ 12th വരെ അബുദാബിയിലായിരുന്നേ. അവർ ഇന്ത്യൻ സ്റ്റഡീസ് തന്നെ ആയിരുന്നു, ഇന്ത്യൻ സിലബസ് ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ മോൻ ഇവിടെ രാജഗിരിയിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അവൻ വന്നും പോയി നിന്നു. അവൻ അവിടുത്തെ സ്റ്റാറ്റസ് ആയിരുന്നു. പക്ഷേ അവൻ ഇവിടെ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തു. പണ്ട് മെറിറ്റിൽ 50 ഒരു ഇതുണ്ടായിരുന്നല്ലോ. 50% മെറിറ്റും 50% ശാസ്ത്രമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഏത് കോളേജ് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ മെറിറ്റിൽ തന്നെ അവന് ഈ രാജഗിരിയിൽ അന്ന് സെലക്ട് ചെയ്തായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് വീടുള്ളതുകൊണ്ട് അവനിവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. 2 പേരാണ് മക്കൾ? 2 പേരും. അല്ല, രണ്ടാമത്തേത് മോള് അവിടെ 12ലാണ് വന്നത്. എൻ്റെ മോള് മെഡിസിന് അവിടെ ഫാർമസിസ്റ്റായിട്ട് ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയും. ഇവിടെ ഉണ്ട് അത്. മോളുടെ ഹസ്ബൻഡ് വീടാണ് പോയത്? അല്ല, ഇത് മോൻ്റെ വൈഫിൻ്റെ വീടാണ്. മോളുടെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ നിന്നാണ്, അവർ മദ്രാസിലാണ്. അവിടെ ഞങ്ങൾ പോകണം. നാളെ ബോംബെക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് ചിലപ്പോൾ അതുവഴി വേണം വരാൻ. അവിടെയും പപ്പായും മമ്മയും ഉള്ള തന്നെ. ആകുന്നതിന് മുമ്പ് ഈ ജാമാണ്. എടപ്പള്ളി ലുലുവിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തെ ബ്ലോക്ക്. അവിടെ ലുലുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വണ്ടി എത്താൻ വന്ന് ഇവിടെ യൂട്ടേൺ എടുക്കും. കല്ലൂർ സൈഡിലേക്ക് പോകാനുള്ള ആ യൂട്ടേണിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ജീവിതം പഠിക്കും. പക്ഷേ ഈ 14-16 ഈവൻ പെങ്കൊച്ചുങ്ങളെ പോലും പറഞ്ഞു വിടുവേ. നേർവഴിക്ക് പോകേണ്ടവർ പോകും ഭയങ്കരമായിട്ട്. ഇവിടെ അതുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞാലും പിള്ളേര് അപ്പൻ്റെ അമ്മയുടെ മാറുകയില്ല. അവരോട്ട് ഇൻഡിപെൻഡന്റ് ആകുകയില്ല. മനസ്സിലായില്ലേ? അപ്പൻ്റെ അമ്മയും പറയാം കൊച്ചു പിള്ളേരെ അവിടെ നിൽക്കട്ടെന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ പ്രയാസങ്ങളും ഉണ്ട്. അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ മക്കള് അടുത്ത് കാണുകയില്ല. അങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ ഇപ്പം ഇന്നില്ല. ഇപ്പൊ ഇവിടെയുള്ള 70% വീട്ടിൽ അപ്പനമ്മ മാത്രമേ ഉള്ളൂ. അല്ല, മാറുമെന്നല്ല, പുറത്തൊക്കെ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അടുത്തതിലുണ്ടെന്ന് പറയാമല്ലോ. ഇപ്പൊ ഇവിടെ ഇവരെ കൊണ്ടുപോകില്ല. ഇവിടെ ഈ കോട്ടയത്തും പത്തനംതിട്ട ചങ്ങനാശ്ശേരി ആ സൈഡ് ഫുള്ള്, ഇടുക്കി അതെ, ആ സൈഡിൽ ഫുള്ള് കാരണവന്മാർ മാത്രമേ ഉള്ളൂ വീട്ടില്. ഒറ്റ വീട്ടിലെ മക്കളില്ല. അതൊക്കെ 3-4 കൊല്ലം കൂടും വന്നാ വന്നു, വന്നില്ലേ വന്നില്ല.
ഇല്ലാതെ നിങ്ങൾ യൂബർ ഡ്രൈവർ ആപ്പ് ഇട്ട് നോക്കുമോ റേറ്റ് എത്രയാണെന്നൊക്കെ? നമ്മളെല്ലാം താപ്പിട്ട് നിങ്ങൾ പാസഞ്ചറായിട്ട് ഉള്ള ആപ്പില്ലേ, ആ ആപ്പിലിട്ട് നോക്കുമോ ഈ റേറ്റ് എത്ര ഉണ്ടെന്ന്? നമുക്കുള്ളതെന്നോ? ഇപ്പം നമ്മളൊരു ഓട്ടത്തിന് പോകുന്നു, ആ റേറ്റിൻ്റെ ആക്ച്വൽ അവർ എത്ര എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ പാസഞ്ചറായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നോക്കാറില്ലേ? അത് ശരി. അതായത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പിൽ നോക്കണം. ഇപ്പം ഞാൻ എടുത്തില്ലേ കറൂറ്റിക്ക് എന്നോട് എത്ര മേടിച്ചു. ഇപ്പം പാസഞ്ചർ ഡ്രൈവറോട് ചോദിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെത്ര കൊടുത്തിട്ടാണ്. എന്നാലും ചില കേസുകളിലൊക്കെ അവര് സെർച്ചിലൊക്കെ അവര് പാസഞ്ചറിൽ മേടിക്കും. പക്ഷെ നമുക്ക് ചില സമയത്തൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, കസ്റ്റമർക്ക് തന്നെ ഒത്തുണ്ട് 2500 രൂപ ചില ഇതിനകത്ത് മേടിച്ചിട്ട് നമുക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കസ്റ്റമർ ഓർക്കും ഇത് അവന് മാത്രം പൈസ കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. നമുക്കത് കിട്ടുന്നില്ലെന്നുള്ള സമയത്ത് അവരുടെ വിചാരം നമ്മളത് മുഴുവൻ അടിച്ചു മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളോട് ദേഷ്യം. അവർക്ക് ബുദ്ധിമുട്ടാണ്. അതെ, നമ്മളോടുള്ള ദേഷ്യം അതാണ്. ഇവന് എന്റെ പൈസ മുഴുവൻ കൊണ്ടുപോയല്ലോ. ഇത് ഗോശ്രീ ആണോ? അല്ല, ഇത് പൈപ്പ് ലൈൻ പാലം പണ്ട് പൊളിച്ചിട്ട് പിന്നെ പണിതില്ലേ? ഉമ്മൻചാണ്ടിയുടെ പാലം പൊളിച്ചിട്ട് പറ്റില്ല. പാലാരിവട്ടം പാലം. പാലാരിവട്ടം അതാ എടപ്പള്ളിയുടെ ഉടനെ. ഇതിന്റെ മണ്ടക്കൂടെയാണ് മെട്രോ കാക്കനാടേക്ക് പോകുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുക. പുതിയ ലൈൻ വരിക അല്ലേ? ഇതിലങ്ങോട്ട് ക്രോസ് ചെയ്തു. ഇതിന്റെ അകത്ത് അബ്ദുൾ റഹ്മാനോ പുള്ളിയുടെ പേര് വെറുതെ ചിത്താക്കി മറ്റേ ഇവിടുത്തെ മന്ത്രിയായിരുന്നു. അന്നത്തെ മന്ത്രി ആലുവ MLA. അതെ അതെ, പുള്ളിയെ കണ്ടാല് അങ്ങനെ വലിയ ക്വാളിറ്റി ഉള്ള ആള്. അഴിമതി ഉള്ളത് തന്നെയാണ്. അതെ, എല്ലായിടത്തും അഴിമതി ഉണ്ട്. ചിലരെ പിടിക്കുന്നു, ചിലരെ പിടിക്കപ്പെടുന്നില്ല. ഇപ്പോഴും ഇവരുടെ ഏതാണ്ടൊക്കെ പാലത്തിന് പ്രശ്നമുണ്ടല്ലോ. മാരുതിയുടെ വണ്ടി അത് മനസ്സിലായി. അത് മഹീന്ദ്രയുടെ താറിന് വെല്ലാൻ വേണ്ടി അവര് കോപ്പിയാ. ഡിമാൻഡ് ഉണ്ടോ? താറിന് 20 ലക്ഷം രൂപ അല്ല, ഇതിന് 10 രൂപ ഉള്ളൂ. അപ്പൊ രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ടോ? പക്ഷെ സൈസിന് ശകലം വ്യത്യാസക്കുറവുണ്ട്. എത്ര സീറ്റാ അത്? അത് ഈ പറഞ്ഞ പോലെ 4-6 സീറ്റേ ഉള്ളൂ. 5 4+1 ആയിരിക്കും വരുന്നത്. സേഫ്റ്റി ഇല്ല. താറ് പോകുന്നുണ്ട്, താറ് പോകുന്ന ഫ്രണ്ടിൽ പോകുന്നുണ്ടോ? അത് 20 ലക്ഷം രൂപ വണ്ടി. പക്ഷെ എന്റെ ഫോട്ടോ കോപ്പി പോലെ ഇരിക്കുന്ന വണ്ടി ഇരിക്കുന്നത്. ഇതിലിച്ചിരി ഇല്ല. നമുക്കങ്ങനെ വലിയ പറയാനൊന്നും ഇല്ല. ആൾക്കാർ അത്രേ ഉള്ളൂ. വണ്ടി സേഫ്റ്റി ഉണ്ട് ചില മഹീന്ദ്രയുടെ വണ്ടിക്ക്. എനിക്ക് ഇവിടുത്തെ വണ്ടികളുടെ ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലും പെട്ടെന്നൊന്നും ഇപ്പൊ അറിയത്തില്ല. കാരണം വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഓരോ കമ്പനി ഫോട്ടോ കോപ്പി ഇറക്കൂല, പകുതി വിലക്ക്. അതെ അതെ, ആ സെയിം ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടി വില എത്ര ആവുകയില്ല. പക്ഷെ ബോഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇനി ഇവിടെയും കണ്ടോ ഡിവൈഡറിലൊക്കെ ഇച്ചിരി ചെടിയൊക്കെ വെച്ചേ ഒരു മോഡിഫൈ ചെയ്ത് രാജസ്ഥാൻ ഇൻഡോർ മോഡലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ 6 പാത ഇതിലേ നടന്നു പോകുന്നത്. അപ്പൊ ഇതെല്ലാം പൊളിച്ചു മാറ്റും. ശരി. ഇവിടെ ഇനി വീതി കൂട്ടണം. ഈ സൈഡിലുള്ളൊക്കെ പോകായിരിക്കും. സൈഡിലുള്ളത് പോകല്ല. ഇവിടെ എലവേറ്റഡ് ഫ്ലൈ ഓവർ ആണെന്ന് പറയുന്നു. 12 ഈ അരൂര് വരെ വൈറ്റില് തൊട്ട് ഇടപ്പള്ളി തൊട്ട് ലുലിന്റെ അവിടെ തൊട്ട്. ഇവിടെ എടുക്കാൻ സ്ഥലമില്ല. ഇവിടെ ഭയങ്കര വില കൊടുക്കണം. ഹോളിഡേ നല്ല ലുക്ക് ഉണ്ടല്ലോ. നല്ല ഡിസൈൻ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഉണ്ടാക്കി. ഇവിടെ ഉള്ളത് നല്ല ഹോട്ടൽ ലേമറേഡിനും ഹോളിഡേനും ക്രൗൺ പ്ലാസയാ. ഇവിടെ ആലപ്പുഴയ്ക്ക് വന്ന വഴിക്ക് ഇവിടെ അരൂര് കഴിഞ്ഞാൽ തുറമൂര് വരെ 12 കിലോമീറ്റർ ഫ്ലൈ ഓവറാ. അത് പണി ചെയ്യാറായി. 6 വരിപ്പാത 12 കിലോമീറ്റർ എലവേറ്റഡ് ആയിട്ട് തന്നെ പോവാ. പാട്ട് പാടുവോ ജോബി? ജോബിയിൽ എന്നാ കഴിവുണ്ട്. ഇതിപ്പോ ഏതാ സ്ഥലം? ബ്രോഡ്വേ ആയോ? ഇല്ല, ഇത് വൈറ്റില്ല. ഓക്കെ. മൊബിലിറ്റി ഹബും ഇതെല്ലാം ഉള്ള. ഇവിടെ നമ്മളെങ്ങോട്ടാ തിരിയുന്നേ? റൈറ്റിലോട്ട് തിരിയാൻ ടേണില്ല. നമ്മള് ഇടത്തോട്ട് തിരിഞ്ഞ് റൈറ്റിലോട്ട് എടുക്കണോ?
ഇതൊരു ലപ്പടായ അല്ലേ, ഒരു ലപ്പട. ഇത് ഇവിടുത്തെ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയറിംഗ് മികവോടെ ഇവിടെ വലിയ പാലം കൊണ്ടുവന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഇവിടെയാണ്. ഒന്നും ശരിയായില്ല ഇവിടുത്തെ, അവരുദ്ദേശിച്ചത് നടന്നില്ല. ഇവിടെ റൗണ്ട് ബോട്ടൊക്കെ ആയിരുന്നു വരേണ്ടത്, അതൊന്നും നടന്നില്ല. ഇപ്പം ഇതിന്റെ എല്ലാം ഇടയ്ക്ക് കൂടെ മെട്രോ വന്ന് പോയത് കൊണ്ട് ഇനി അവർക്ക് ഒന്നും ചെയ്യത്തില്ല. ഇവിടെ ഒരു അൻവർ വന്ന് നിൽക്കണം, ഇതൊന്ന് ഇളക്കി മാറ്റണമെങ്കിൽ. പുള്ളിയും എത്രത്തോളം എന്നാന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമ്മളിവിടെ വാർത്തയെ കാണുന്നത് മാത്രമല്ല നമ്മളും അറിയുന്നുള്ളൂ. എന്തോ ഒരു കൊതിക്കറവ് പുള്ളിക്ക് കിട്ടാതെ വന്നതോ എന്തോ. പുള്ളി പുള്ളിയുടെ ഇപ്പൊ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു മലമണ്ടയില്. അതല്ലേ ഇപ്പൊ പൊളിച്ച് നീക്കണമെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പഞ്ചായത്ത് ഇതുവരെ രക്ഷിച്ചു വന്നതാ. അപ്പൊ എന്തോ പുള്ളി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ആകെ ഉത്തരവ് കാണത്തില്ല. എന്തോ ഒരു ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വന്നുകൊണ്ടാ പുള്ളി എതിരിയാടിയത്. അത് ഇവരൊന്നും നന്നായിട്ടല്ലെന്ന്. രാഷ്ട്രീയക്കാരാണോ ഇവരെല്ലാം? നാട്ടുകാരുടെ ചെലവ് ഒരു കൊച്ചുമാണി അല്ലെങ്കിൽ ഒരു കൊച്ചു PC ജോർജിന്റെ ഒരു കോപ്പി ക്യാറ്റാണല്ലേ. മാണി അപ്പന്റെ ഇത് കളഞ്ഞല്ലോ. ആ പാർട്ടി തന്നെ തീർന്നു പോകും പുള്ളി അതുകൊണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ മെട്രോയും കൂടെ പോയിക്കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ഇതിൽ മെട്രോയുടെ ഒരു തൂണിനെ കണ്ട് ഇച്ചിരി വന്നിട്ട് ആൾക്കാർ വന്നത് ഇടിക്കുന്ന ഒരു പരാതി ഉണ്ട്. പാലത്തിന്റെ മണ്ടത്ത് തൂണ് അതല്ലേ. വിടാം വിടാം വിടാം, ഇപ്പം വിടാം, ഇപ്പം വിടാം, ഇപ്പം വിടാം. നേരെ കൊണ്ട് വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ടേ. ഞാൻ എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകേണ്ട ബസ് എല്ലാം വന്ന വഴി മൊത്തം ബ്ലോക്ക് ആവും. ഉച്ച സമയത്ത് വേലത്ത് കടന്നു ഓട്ടോറിക്ഷക്കാരൻ മോഹം തുടയ്ക്കുന്നു. ഉഷ്ണിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നല്ല, പുറത്തെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്. ഈ ടാർപ്പായുടെ ചൂട് കൂടി ആകുമ്പോഴത്തേക്ക് എടുത്തോണ്ട് പോയല്ലോ. അവിടെ ഓട്ടോമാറ്റിക് ആണോ അതോ? ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടി ഇല്ല. അത് ഓടിക്കാൻ കള്ളന്മാർ വണ്ടി എടുക്കാൻ വരും. ഗിയറുള്ള വണ്ടിയാണെങ്കിൽ അവന് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അവനറിയത്തില്ല അത് ഓടിക്കാൻ. ക്ലച്ച് അറിയാവുന്ന അങ്ങനെ ഒരുപാട് അബദ്ധം പറ്റും. കള്ളന്മാർ ഓടി വന്ന് അത് കയറിക്കുക നമ്മുടെ വണ്ടി കൊണ്ടുപോയെന്നുള്ള രീതിയായിരിക്കും. പക്ഷെ അവനറിയത്തില്ല അത് ഓടിക്കാൻ. ചേച്ചി സമ്മതിച്ചു, പൊയ്ക്കോ 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 പൊയ്ക്കോ. ഇത് നേരത്തെ ഇവിടുന്ന് യൂറ്റം എടുക്കുമായിരുന്നു, അതിനെ ഇതിപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ശരി, ആംബുലൻസിന്റെ ആ ബ്ലോക്ക് കിടക്കണം, അപ്പുറത്ത് കടന്നു പോകില്ല. കൈസ് ഹോട്ടല് കുറെ റെസ്റ്റോറന്റ് കുറെ എണ്ണം ഉണ്ടല്ലോ. മട്ടാഞ്ചേരിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ഇപ്പം ആൾക്കാർ റേറ്റിംഗ് നോക്കിയാ ഏത് കടയിൽ പോകണം തീരുമാനിക്കുന്നത്. അതിപ്പം ഏതെങ്കിലും ഇടത്തിനൊടുത്ത് നശിപ്പിക്കണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല ഇപ്പം. ഈ ഇതാണ് കലൂരിലെ. കലൂരായില്ല, കടവന്ത്ര. കലൂർ വഴി നമ്മൾ പോകുന്നില്ല. ഇല്ല, എല്ലാവരും ജനറേഷൻ ഇത് കണ്ട സ്കൂട്ടറുകാരനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കണ്ടോ.
വീട്ടിൽ ചെന്നിട്ട് എന്തോ കാര്യമുള്ള പോലെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒരു കാര്യമില്ലെന്ന് തിരക്കുന്നു. അവിടെ ഫ്രണ്ട് അത്രയും ബ്ലോക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലെങ്കിൽ ചുമ്മാ കിടന്നുകൊണ്ടിരിക്കും. ചുമ്മാതിരുന്ന് വെട്ടിച്ചോണ്ടിരിക്കും. നമ്മളിപ്പോ ഏതാണ്ട് വലിയ ഉസ്താദാണ്. ഇത് ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒന്നും പറയണ്ട. ഇപ്പം നമ്മള് പുറത്തുനിന്ന് ഒരാളെ നമ്മൾ നമ്പർ പ്ലേറ്റ് നോക്കി അറിയാലോ. അറിയാം. അപ്പം ഇവിടെ ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ചുമ്മാ നമ്മളെത്ര വിളിക്കും. ഒരു രസം. നീ കൊച്ചി കണ്ടിട്ടുണ്ടോ? നമ്മളതിന് തർക്കിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിയും കൂടെ വെച്ചു. ഷൈനിമാമ ഇതിപ്പം ബിരിയാണിക്കാളും വലിയ ചിലവായി പോയല്ലോ. ഇത് നഷ്ടമായി. നേരെ നമ്മളിപ്പം ഉറക്കം കഴിയേണ്ട സമയമായി. മറ്റേ സ്വിഗ്ഗി ഒന്ന് ഓർഡർ ചെയ്യൂലേ? ഓ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫോണിനെ ഞങ്ങൾ പിള്ളേർ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് തരും. ഇവിടെ എല്ലാ സ്വിഗ്ഗി സൊമാറ്റോ ഇവിടെ അത് ഇവിടുത്തെ ലോക്കൽ നമ്പർ ഞങ്ങളുടെ കയ്യിൽ അത്രയും. Guys, we are going to Kais. It's a biryani hotel. Let's see how it goes. Travancore Court. Travancore Court. Newly furnished. What is happening here? It is a hotel Aishwarya. Beauty. Maxima. Oh, അതിനാ ചെറിയ ഡോർ ഓപ്പൺ ആയില്ല. തുറന്ന് കിടക്കും. അതാ വിളിച്ചത്. അർച്ചന ഇൻ ഇതേ സ്ഥലം. ഇത് പള്ളിമുക്ക്. ഇത് പാർക്കാണോ ഫ്രണ്ടില്? ഇത് നെവിനഗറാണ്. ഇത് നമ്മുടെ ഷിപ്പ്യാർഡിന്റെ ഏരിയ ആണോ? അല്ല, ഷിപ്പ്യാർഡ് അല്ലേ? ഓക്കെ. സ്റ്റേഡിയം ഹാൾ, ദർബാർ ഹാൾ. ഓക്കെ. പണ്ടൊക്കെ എല്ലാം അറിയാതെ ഇപ്പൊ അതെല്ലാം. ഇപ്പൊ KSRTC സ്റ്റാൻഡ് ഈ സൈഡിലൊക്കെ അല്ലേ? അല്ല, അത് ചിറ്റൂർ റോഡില്ല, അപ്പുറത്തെ MG റോഡ്. ഓക്കെ. മലബാർ പ്ലാസ. ഇതാണ് കൈസ്. എവിടെ? KYS Kais ഹോട്ടൽ. കൈസ് ഹോട്ടൽ, ദർബാർ ഹാൾ. ഒരു മിനിറ്റ്. അതിന്റെ പറയണമെന്നാണെങ്കിൽ പിന്നെ ഇത് കൈസ് ഹോട്ടൽ ബാക്കിലല്ലേ? അറിയത്തില്ലല്ലോ ഷൈനെ. ഇത് ഓവൻ ബേക്കറി ആയിരുന്നല്ലേ? 2 wheelers, 4 wheelers. ഇതിനകത്ത് എനിക്ക് കാണിച്ച ഒരാളുടെ പേഴ്സൺ 200 തൊട്ട് 400 വരെ കാണിച്ച ബിരിയാണി. അപ്പൊ അതിനകത്ത് 200-നും 400-നും ഇടയ്ക്ക് എത്രയാണല്ലോ. ഞങ്ങളത് കാരണം ക്യാഷ് അല്ല കൊടുത്ത, കൈ കാർഡാണ് കൊടുത്തേ. ഇതെന്നാ സംഗതി ഇവിടെ എല്ലാം ഒരു ഇത്. ഓ, ഇത് നമ്മുടെ MG റോഡിന്റെ ബാനർജി റോഡിന്റെ ബാക്ക് സൈഡാ അല്ലേ? ഇത് മറൈൻ ഡ്രൈവിന്റെ ഭാഗം. ബാക്കിലെ ഷിപ്പ്യാർഡ്. പിന്നെ മഹാരാജാസ് കോളേജ്. മനസ്സിലായി. കോളേജ്. ഇത് കുറച്ചുകൂടെ മരോ ചെടികളോ ഒക്കെ വെച്ചുപിടിപ്പിച്ചു. ഇത് പഴയ കെട്ടിടങ്ങളായത്. കോടതികള്. ജോബികളാണേ. എനിക്ക് ബാങ്കിനാണ് സാറേ. ഓ, അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് 2 മേടിച്ചെന്നേ ഉള്ളൂ. ഇവര് ചായ പോലും അങ്ങനെ കുടിക്കില്ല. സത്യത്തില്ല, അങ്ങനെ നമ്മളെ ശീലമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. വ്യത്യസ്തനാം ഒരു ബാർബറെ. മഹാരാജാസ് കോളേജ്. സത്യത്തിൽ ഞങ്ങള് 10-24 വർഷമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വരുന്നതാണ്. പക്ഷെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കാലഘട്ടമായിട്ട് അങ്ങ് നമ്മള് ഇവിടെ വന്നാല് പുറത്ത് കറക്കം കുറവ്. സ്വന്തം വണ്ടിയൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ പോയിന്റും ട്രാഫിക്കും ഒക്കെ കൂടുതൽ മനസ്സിലായി. ഇതിപ്പം ജസ്റ്റ് കയറി ഇരുന്നു പോയി വന്നു. പിന്നെ ആരെങ്കിലും കോട്ടയത്തുനിന്ന് വരുന്നവരുടെ കൂടെ ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടും പറയില്ലല്ലേ. ഇനിയിപ്പോൾ അച്ചായൻ ഒരിക്കൽ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ കാര്യത്തിൽ അങ്ങ് തിരക്കായി പോകുമ്പോഴേ പോക്ക് നടക്കാതെ നമ്മൾ അവരോട് അസുഖമായിട്ട് ഇരിക്കുന്നവർ വീട്ടിൽ ചെന്നില്ലെങ്കിൽ. കൊച്ചിയുടെ നഗരസഭാ കാര്യാലയം കേട്ടോ.
ബാക്കി പൊളിഞ്ഞ് താഴെ കെട്ടണം. അത് ശരി. തന്നെ ഇവിടെ ഉത്സവം പോലെ അതിലൊക്കെ ബലൂണും കാര്യങ്ങളും അത് എല്ലാ ദിവസവും ആ ഓണത്തിന്റെ അവധിക്ക് ഇവിടെ ഫെസ്റ്റിവൽ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ബൈക്കിലും അപ്പുറത്തൊക്കെ ആയിട്ട്. ഈ മറൈൻ ഡ്രൈവിന്റെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഈ കച്ചവടക്കാരും ഈ വഴിയോര കച്ചവടക്കാരും എല്ലാം. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുമായിരിക്കും പല സ്ഥലത്ത് നിന്ന്. പിന്നെ ഇവിടെ പാർക്കുകൾ ഇവിടെയൊക്കെ പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ ഷൈനി. പണ്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോ ഒന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല. എല്ലാം വ്യത്യാസം. ഈവൻ നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോൾ തന്നെ അതെ അതെ അതെ. വികസനം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. ഉണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടി. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിന്റെ അളവ് വീണ്ടും വെട്ടിക്കുറച്ചു. കാരണം ഇവിടെ ചെറിയ സ്ഥലത്ത് തന്നെ 10 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ വോട്ടേഴ്സ് കോൺസെൻട്രേഷൻ കൂടി. അപ്പം ഈ ഹൈബിയുടെ ഇവിടുത്തെ MP. പക്ഷെ പുള്ളിക്ക് ഒരു ദിവസം നടന്നിട്ടാണുള്ള ചുറ്റുവട്ടം ഉള്ളു. ഇപ്പം എറണാകുളം കൊച്ചി പാർലമെന്റ് മണ്ഡലം പറഞ്ഞാല് അപ്പൊ കുറെ ഭാഗങ്ങളിലെ ഇടുക്കിക്കും കോട്ടയത്തിനും തൃപ്പൂണിത്തുറ വരെ കോട്ടയത്തിന്റെ പിന്നെ തൊട്ടപ്പുറത്തേക്ക് മൂവാറ്റുപുഴ അവിടെ എല്ലാം ഇടുക്കിക്ക് കൊടുത്തു. എറണാകുളം പറഞ്ഞാൽ കുറച്ചിടെ മാത്രമേ ഉള്ളൂ പാർലമെന്റ് മണ്ഡലമായിട്ട്. കാരണം അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു റേഷൻ ഷോപ്പിനുള്ള ആൾക്കാരുണ്ട്. അതെ അതെ. കാരണം ഇപ്പൊ എന്നെ ഫ്ലാറ്റാ പൊങ്ങുന്നത്. ഫ്ലാറ്റിൽ തന്നെ ഇപ്പം നമ്മള് ആ ഒരു 10 സെന്റ് 20 സെന്റിനകത്ത് വെക്കുമ്പോ 2 വീടല്ലേ വരുള്ളൂ. ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്ക് താജ് പേര് മാറ്റി രൂപാന്തരമാക്കിയിരിക്കുന്നു. അല്ല മറ്റേ ഭീകരാക്രമണം വന്ന പിന്നെ അവര് താജിന്റെ പേര് മൊത്തം മാറ്റി. ആ പേരങ്ങ് മാറ്റിയല്ലേ? അങ്ങനെ ബോംബെയിലും മാറ്റിയോ? ബോംബെയിലും മാറ്റി. അത് ഇന്ത്യ ഗേറ്റ് എന്നാക്കി. താജ് എന്നുള്ള എടുത്ത് ഗ്രൂപ്പാ. മറ്റേ നിയമമാന്നാ പറഞ്ഞത്. ഒരു നെഗറ്റീവ് റിവ്യൂ ആയി പോയായിരുന്നല്ലോ. കാരണം അത് അവര് എപ്പോഴും അവര് നോക്കി വിഷയം അതെ അവരെപ്പോഴും നോക്കി രൂപാന്തരമാക്കി ഇവിടെ. പിന്നെ ഹയാത്തൊക്കെ ലുലുമാള് ഹയാത്തൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇന്റർനാഷണൽ ഹയാത്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളെല്ലാം പൂട്ടി. ഒന്നാമത് ഹയാത്തിരിക്കുന്ന വെള്ളത്തില്. അപ്പം അതെ അതെ യൂസഫിലെ ആരാ മോനെ ഹയാത്തും മാരിയറ്റും പുള്ളി ഇവിടെ പിടിച്ചു. പെന്റാമേനക ഇലക്ട്രോണിക് സാധനങ്ങൾ മൊത്തം കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ മൊത്തം പെന്റാമേന അറിയപ്പെടും. ഈ ഘട്ടങ്ങളിൽ മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളുടെ അടകളാണ് കൂടുതൽ. അതായത് ഫോൺ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട് ഈ കേട്ടില്ലേ റൈറ്റ് സൈഡിലെ അതിനകത്തൊക്കെ ഒരു 100 കടയ്ക്കും മേളില്ല ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ വെക്കുന്നത്. ഇവിടെ ഈ ക്യാമറ ഷോപ്പ് എവിടെ ഉള്ളതെന്നറിയാം? ഇവിടെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഫുൾ ഉള്ള കടകള്. ഇത് ഈ പെന്റാമേനകയിലുണ്ട് ക്യാമറ ഷോപ്പൊക്കെ ഉണ്ട്. ആണല്ലേ? ഈ ഫോറിൻ ഒറിജിനൽ സാധനങ്ങൾ വരുന്നതായിട്ടുള്ള അറിയാം. അതുകൊണ്ട് സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാളിൽ ബ്രാൻഡഡ് കടകളിൽ തന്നെ പോകും. ശരി. ഞാൻ വണ്ടി ഓടിച്ചാൽ ഇങ്ങനെ കയറി വരുന്നത്. അവര് നമ്മളെ അഹങ്കാരത്തോട് പറയും ജൈല പൊക്കോളാൻ പറയും. ഇങ്ങനെ അല്ല നമ്മള് റൂള് അപ്പുറത്ത് പോയിട്ട് യൂട്ടേൺ എടുത്തു അതാ ചെയ്യല്ലേ. $500 ഓണത്തിന് പ്രമാണിച്ചാണ് എന്തോ ഫെസ്റ്റ് നടക്കുന്നതായി കാണുന്നത്. ഇതിനൊന്നും ഫൈൻ കൊടുക്കൂല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ട എന്തെങ്കിലും ഭയങ്കര. പിന്നെ MBD അവര് ലോകം പ്രശസ്തമായെന്നുള്ള MBD. അത് ആവശ്യമില്ലാത്ത കേസിന് എല്ലാവരും തടഞ്ഞു നിർത്തും. എന്നാൽ വലിയ കള്ളത്തരങ്ങൾക്കൊന്നും അവർക്കൊരു വിഷയമില്ല. നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ വന്നു. അറിയാം. നമുക്ക് ഇതുവഴി നമ്മള് നേരിട്ട് നമുക്ക് റൈറ്റ് സൈഡ് കണ്ണുമായിട്ട് കിട്ടുമില്ലേ ആ വലിയ 7 നില 8 നില. പണ്ടൊന്നും ഈ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഷൈനി. ഇപ്പോഴത്തെ ഹൈക്കോടതിനൊപ്പം ഇതെല്ലാം. ഇതാ ഗോസറി പാലത്തിൽ പോകുന്ന വഴിയാക്കിയല്ലേ? അതല്ലേ വല്ലാർപാടം. ഇപ്പൊ അങ്ങോട്ട് മറൈൻ ഡ്രൈവ് നമ്മുടെ വടുതലായിട്ട് അങ്ങോട്ട് വളർന്നു. ഇപ്പൊ അവിടെ ആൾക്കാർ കൂടുതൽ. മറൈൻ ഡ്രൈവിൽ ആള് കുറവാണ്. രാത്രിയിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാ. ശരി. നിങ്ങൾക്ക് അവിടെ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അതെയോ? കടൽ തീരമാണോ? അവിടെ ശരി. ഇച്ചിരി അങ്ങോട്ട് പോയാൽ അതല്ലേ? ഇവിടെ സിനിമാക്കാര് താമസിക്കുന്നത്, ജയസൂര്യൊക്കെ താമസിക്കുന്നത്. അപാട്
പൂർവ്വ ടിക്കറ്റ് ജയസൂര്യ നസീർ. ഇനിയും ജയസൂര്യ അല്ല, അത് വിജയസൂര്യ. അതൊക്കെ ചുമ്മാ തേഞ്ഞു മാഞ്ഞു പോയി കൊള്ളു. പേടിച്ചു പോയി പയ്യൻ, പേടിച്ചു പോയി. അവനെ പേടിച്ചാന്ന് തോന്നുന്നു. പക്ഷെ എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെ പേടിച്ചു പോയി. പക്ഷെ ആള് പേടിച്ചു. അവൻ ഇച്ചിരി ഹിറ്റായി വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം ഭയങ്കര ലോബി തകർക്കാൻ വേണ്ടി. അതില് ആ നിവിൻ പോളിക്കിട്ട് വെച്ച പണി അതാണ് അതിൽ മനസ്സിലായ ആൾക്കാർക്ക് ഇതെല്ലാം ഒന്നും കറക്റ്റ് അല്ല. ഇതിൽ ആൾക്കാരൊക്കെ ഭയങ്കര ലോബി പൈസക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷറി ഫ്ലാറ്റുകൾ കാണുന്നത് 1.5 കോടി 4 കോടി അതിന്റെ ഫ്ലാറ്റ് വില. പണ്ട് 25 വർഷം മുമ്പ് ജയം ടവർ ഇതുപോലെ വിലയോട് പറഞ്ഞാണ് അന്ന്. ഇത് അവിടെ തന്നെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് എൻക്വയറിക്ക് വേണ്ടി. ഹയാത്ത് കാണുന്ന കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡ് വെള്ളത്തിനപ്പുറത്തുണ്ടോ? ഓ അതാണോ ഹയാത്ത്? ഗ്രാൻഡ് ഹയാത്ത്. ഓ അവിടെ അതിനപ്പുറം വെള്ളത്തിനടുക്കാൻ നിൽക്കുന്നത്. മനസ്സിലായി. ഇതൊക്കെ പറഞ്ഞാലും ആ മരടിലെ ഫ്ലാറ്റ് പൊളിച്ചതാ. ഇതൊക്കെ വെള്ളത്തിന് അടുക്കാൻ നിൽക്കുന്നത് മനസ്സിലായി. പക്ഷെ മരടിലെ ഫ്ലാറ്റൊക്കെ അത്രയും പ്രശ്നമില്ലായിരുന്നു. അത് പൈസ ഇല്ലാത്തവന്റെ ആയതുകൊണ്ട് അതൊക്കെ വിറ്റ് പോയത് കൊണ്ട് വിഷയമില്ലായിരുന്നു. ഇതൊക്കെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഒക്കെ തൊടാൻ പേടിക്കും. യൂസഫലി കായൽ നികത്തിയാണ് ഹയാത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തൊടിയല്ല. അത് ഭയങ്കര ഡൽഹിയിലെ ഭയങ്കര സുപ്രീം കോടതിയിലെ ഒരു ഭയങ്കര ഓർഡർ ആയിപ്പോയി. ആ റേറ്റ് പണിയുന്ന ഫ്ലാറ്റുകളായി കാണുന്നു. മനസ്സിലായി. ഇതേതാ പാവപ്പെട്ടവന്റെ പണി തീരാതെ എന്തോ പ്രശ്നത്തെ പറ്റി കിടക്കുന്ന കാലങ്ങളായിട്ട് കിടക്കുന്നത് പറ്റിപ്പോയി അല്ലേ. വൈകിട്ടിന് ഇവിടുന്ന് അങ്ങോട്ടാണ് ആൾക്കാർ കൂടുതൽ. ഇവിടെ ഇല്ല, പണ്ട് ഇവിടെ ഒന്നും ആരും വരെ കാട് പിടിച്ചാണ്. ഇവിടെ മൊത്തം ഉണ്ടല്ലോ സൈഡിൽ ഇരിക്കാനുള്ള സാധനങ്ങളെല്ലാം ആക്കി ഭയങ്കര തിരക്കാ ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരുവാ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അവിടെ നടന്നൊരാൾ ദൂരമുള്ളത് ചാത്തിയാത്ത പള്ളിയുടെ അവിടെ ഇരിക്കുന്നു ഇപ്പൊ. ഓ ശരി. അവിടെ വരെ ബീച്ചാ. പണ്ട് ഇങ്ങോട്ടൊന്നും സൈഡിൽ കൂടെ മൊത്തം കടകളുവാ. ബിരിയാണി തൊട്ട് എല്ലാ സാധനം അതുപോലെ ഇങ്ങനെ കടകളാ. ചെറിയ ചെറിയ വൈകിട്ടാകുമ്പോ ഭയങ്കര തിരക്കാ. ബോംബെയുടെ സെയിം പാറ്റേൺ ആണ്. ഇവിടെ എല്ലാം വണ്ടി കൊണ്ടിടുകയും ചെയ്യാം. ബസ് സ്റ്റാൻഡ് ഒന്നും ഇത് പകല് ചുമ്മാ വണ്ടി സിറ്റി ഒതുക്കിയിടാൻ വേണ്ടി. ഈ ഫ്ലാറ്റുകളെല്ലാം ഭയങ്കര റേറ്റില്. എനിക്ക് തോന്നുന്നു ഈ സീ റോഡ് ഇല്ലായിരുന്നു പണ്ട് കേട്ടോ. ചെറിയ റോഡായിരുന്നു. പണ്ട് ഇതൊന്നും ആരും സൈഡ് ചുമ്മാ കണ്ടൽക്കാട് കയറി കിടക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് വടതലേക്ക് പോകാൻ വേണ്ടി എളുപ്പമായത് ഈ റോഡ്. ചെറുപ്പടി വഴി പോകണ്ട. എം ജി റോഡിന് അങ്ങോട്ട് ചെല്ലണ്ട. SRM റോഡിന്റെ അവിടെ ഒന്നും പോകണ്ട. ഈ ബാക്ക് സൈഡിൽ കൂടെ തന്നെ അങ്ങ് പോരാ. മറ്റേ കച്ചേരി ഹൈക്കോടതിന്റെ അപ്പുറം കൂടെ നമ്മള് തിരക്കിനിടെ കൂടെ പോണത്. ഇപ്പൊ നമ്മളെ പാലത്തിന്റെ അങ്ങോട്ട് ചെല്ലും. നമ്മുടെ ഇപ്പുറത്തെ പാലം പോണില്ല. രാവിലെ പോയ ഇപ്പുറത്തെ പാലം കൊണ്ടുവന്നില്ലേ? വേറൊരു പാലം അറിയാം. ആ നമ്മുടെ പച്ചാളം ചന്ത ഫെഡറൽ ബാങ്കിന്റെ അവിടെ അല്ലേ? ഇവിടെ നിന്നാണോ മറ്റേ ബോട്ട് പോകുന്നത്? അല്ലല്ല, അത് അപ്പുറത്തെ മറൈൻ ഡ്രൈവിൽ പോകുന്നത്. വാട്ടർ മെട്രോ പോകുന്ന ഹൈക്കോർട്ടിന്റെ ഇവിടുന്ന്. ഹൈക്കോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാ വൈകിട്ട്. ഇതിപ്പോ ദുബൈയുടെ ഒരു കോപ്പി കാറ്റായി സത്യം പറഞ്ഞാൽ. ഇവിടെ എല്ലാം കടകൾ വന്നു. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം പരിപാടികളൊക്കെ നടക്കും. ഓരോ ആൾക്കാർ ഫംഗ്ഷനൊക്കെ ആയി. അപ്പൊ ഇവിടെ എല്ലാം നിറച്ചാണ്. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇവിടെ പിള്ളേർ സെറ്റാണ്. ചാത്തിയാത്ത പള്ളി നമ്മളെ പാലത്തിന്റെ അവിടെ, മറ്റേ പച്ചാളം പാലത്തിന്റെ അവിടെ വന്നു. ഇതിപ്പം അമ്പലത്തിലെ കൊടിമരം പോലാണല്ലോ ഇവിടെ പള്ളിക്ക് വെച്ചിരിക്കുന്നത്. ഷൈനി അത് കണ്ടോ? ഇപ്പൊ എല്ലാം കോപ്പിക്കാരായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. പള്ളിക്കാരുടെ പരിപാടികൾ, അമ്പലക്കാർ നടത്തും. ചെണ്ടയും. അതെ അതെ, അതൊരു നല്ല കാര്യമാണ്. മതസൗഹാർദ്ദം പോലെ പറഞ്ഞില്ല ഉള്ളത് കാണിച്ചു വെക്കുന്നതിലൊക്കെ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോഴത്തേനും ഇലക്ഷൻ വരുമ്പോഴല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് അന്ന് 2 മതക്കാരായി ഇഷ്യൂ ആയല്ലേ. പക്ഷേ അതെ, ഇത് പച്ചാളം ബ്രാഞ്ച് ആയി കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായി. പണ്ട് ഞങ്ങൾ ഇതുവഴിയൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ലൂർദിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇതുവഴി വരുമായിരുന്നു. സത്യം. ഷൈനി നമ്മുടെ കമ്പ്യൂട്ടറിന് ബാഗ് തുറന്നായിരുന്നു. ഷൈനി ഈ പാലം വന്നോണ്ട് ഒത്തിരി ഈസി ആയില്ലേ? മറ്റേ ഇതുപോലെ തന്നെ